അപ്പം ഹായ് ഫ്രണ്ട്സ്, നമുക്കൊന്ന് ഒരുങ്ങാം. തിരിച്ചു വെച്ചിട്ട് ഇതാണ് എൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്. എന്തെങ്കിലും പൊട്ടത്തരങ്ങളൊക്കെ കാണും. എൻ്റെ അടുത്ത് എല്ലാവരും പറയുന്നത് ഞാൻ ഭയങ്കര പുട്ടിയാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് പറയുന്നത്. ഞാൻ എങ്ങനെയാണ് എന്ത് സാധനം വെച്ചിട്ടാണ് ഞാൻ ഈ ഒരുങ്ങുന്നതെന്ന് ഞാൻ നിങ്ങൾക്കൊക്കെ കാണിച്ചു തരാം. അവർക്കുള്ളൊരു മറുപടി കൂടിയാണ് കേട്ടോ. ഞാൻ ഇപ്പോൾ ഒരു റിലേറ്റീവ്സിൻ്റെ വീട്ടിലായാലും വല്ല ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ എല്ലാവരും ഭയങ്കര പുട്ടിയാണെന്ന്. ഞാനൊരു പുട്ടി കിട്ടില്ല. ഞാൻ ഒരു 10ാം ക്ലാസ് മുതൽ ഞാൻ ഈ സാധനങ്ങൾ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അത് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഇതാണ് കാണുന്നുണ്ടോ? ലൈറ്റ് ഉള്ളതുകൊണ്ട് എങ്ങനെയാണെന്ന് അറിയാൻ പറ്റില്ല. ഇതെല്ലാവർക്കും ഫേമസ് ആണ്, ഫെയർ ലവ്ലിയാണ്. ഇത് ഞാൻ ഇങ്ങനെയല്ല ഇടുന്നത്. ഞാൻ ഇതെല്ലാം ഇങ്ങനെയാണ് ഇടുന്നത്. എന്തോ എനിക്ക് ഡോട്ടായിട്ട് ഇടാൻ എനിക്ക് ഇഷ്ടമല്ല. ഞാൻ ഇങ്ങനെ എടുത്തോളൂ. ഇത്രയും എടുത്തോളൂ. പിന്നെ അടുത്തതായി ഞാൻ ഐബ്രോ അന്നും ഫില്ല് ചെയ്യായിരുന്നു. അതിപ്പോൾ ബ്രാൻഡൊന്നും ഇല്ല. മീഷോന്ന് ഒരു വാങ്ങിച്ചത് ഒരു 100ൻ്റെ താഴെ വരുന്ന ഒരു ഐബ്രോ പെൻസിലാണോന്ന് അറിയത്തില്ല. അവർ കാണിച്ചത് എന്തുവാ ഐബ്രോ ഫില്ല് ചെയ്യാമെന്നും പറഞ്ഞിട്ടുള്ള സാധനമാണ്. ഇതാണ്ട് അതിൻ്റെ ഇങ്ങനെ വരുന്നത് കണ്ടോ. എനിക്ക് ഈ ക്യാമറയെ നോക്കിയിട്ടൊന്നും വരയ്ക്കാനൊന്നും അറിയത്തില്ല. എന്നാലും ഞാനൊരു ഏകദേശം ഒരു ഇത് വെച്ചിട്ടങ്ങ് വരയ്ക്കുക കേട്ടോ. ഇത് ഞാൻ നല്ല കട്ടിക്ക് വരയ്ക്കും. മിററിൽ കൂടെ ആണെങ്കിൽ എനിക്ക് നല്ലപോലെ വരയ്ക്കാൻ പറ്റും. ഇതിപ്പോൾ എനിക്ക് കാണാൻ വയ്യ. നിങ്ങൾക്ക് ഇത് നല്ലപോലെ ഇങ്ങനെ കടുപ്പിച്ച് ഇച്ചിരി വീതിയിൽ വരയ്ക്കും കേട്ടോ. ഇങ്ങനെ ഇതാക്കിയിട്ടേ. കാണുന്നുണ്ടോ? ഇങ്ങനെ വരയ്ക്കുക. ആയാവെന്തോ. പിന്നെ ഇത് നമ്മുടെ ഇന്നത്തെയും ഐലൈനർ ഡാസ്ലറുടെ ആണേ. പ്രൊണൗൺസ് ചിലപ്പോൾ തെറ്റുമൊക്കെ ആയിരിക്കും. തൃശ്ശൂരും കൊല്ലം കൂടി ചേർന്ന് വരുമ്പോൾ എല്ലാവരും പറയുന്നുണ്ട്. കൊല്ലത്ത് ഞാനിപ്പോൾ 12 വർഷമായി കെട്ടിച്ച് വന്നിട്ട് ഇപ്പോഴും തൃശ്ശൂരത്തെ ഭാഷ തന്നെയാണ് വരുന്നത്. ഇപ്പോൾ കൊല്ലവും തൃശ്ശൂരും കൂടി മിക്സ് ചെയ്ത് രണ്ടും കെട്ട ഭാഷയായിട്ട് ഇപ്പം എന്നെ നിൽക്കുന്നത്. പകുതി കിട്ടും, പകുതി കൊല്ലമൊക്കെ കയറി വരും. ഇതും എനിക്ക് വലിയ പിടുത്തമൊന്നുമില്ല. ക്യാമറയെ നോക്കി വരയ്ക്കാൻ അമ്മിണിയെ ആ മിറർ എടുത്തുകൊണ്ട് പോവാ. അതേ നടക്കത്തുള്ളൂ. അമ്മിണി എൻ്റെ മോളാണ് കേട്ടോ. ജിങ്കനമണി പാട്ടുള്ള സമയത്ത് പ്രഗ്നൻ്റ് ആയപ്പോൾ ഹസ്ബൻഡ് വയറിൽ ഇങ്ങനെ നോക്കിയിട്ട് ജിങ്കനമണി എന്ന് പാടി അവൾക്കിട്ട പേരാണ് അമ്മിണി. ഇത് പിടിച്ചോ. പണ്ട് വാങ്ങിച്ച കണ്ണാടി ഇപ്പോഴും ഈ സാധനം ഞാൻ അന്ന് ഇങ്ങനത്തെയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. ഇതാകുമ്പോൾ ഒരു കോൺഫിഡൻസ് ഇത് നോക്കി എഴുതാനായിട്ട്. ബാക്കിയുള്ള മിററിനകത്തൊക്കെ നമ്മളെ കാണുമ്പോഴേ നമുക്ക് ഇഷ്ടപ്പെടത്തില്ലേ. എൻ്റെ കണ്ണെഴുത്ത് കണ്ടിട്ട് കൂടെ പഠിച്ച വീട്ടിൽ കൂടൽമാണിക്ക് ഉത്സവത്തിന് പോയപ്പോഴേ ഒരു പയ്യൻ എന്നെ നോക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അവന് മനസ്സിലായി ഞാൻ മഞ്ജു വന്ന് കേട്ടോ. കാരണം നിന്റെ കണ്ണ് എഴുതുന്ന കണ്ടിട്ടാടി നീ മഞ്ജു എന്ന് മനസ്സിലായി എന്ന് പറഞ്ഞു. ഇപ്പോഴും വയസ്സ് 32 വയസ്സായേ. പക്ഷെ ഇപ്പോഴും ഞാൻ ഈ സാധനം എഴുതും. ഇത് എഴുതിയില്ലെങ്കിൽ അങ്ങ് എന്തോ മാതിരിയാണ്. കണ്ണ് എഴുതിയില്ലെങ്കിൽ നമുക്ക് കണ്ണ് ചത്ത് കണക്ക് എനിക്ക് തോന്നും കേട്ടോ. മോള് പറയുന്നു സെയിം പിച്ചെന്ന്. അവൾക്ക് കണ്ണ് എഴുതിയില്ലെങ്കിൽ ചത്ത കണ്ണാണൊക്കെ തോന്നുന്നു. കണ്ണെഴുതി കണ്ണിൻ്റെ അടിയിൽ എഴുതും. അത് ഹിമാലയയുടെയാണ്. പിന്നെ ഏറ്റവും വലിയ കാര്യം, പല്ല് തേച്ചില്ലെങ്കിൽ ഞാൻ ഈ ഒരു സാധനം ഇടും. അല്ലേ, ഇത് പ്രൊമോ വീഡിയോ ഒന്നല്ലേ, അങ്ങനെയും പറഞ്ഞ് പൊങ്കാല ഇടാനൊന്നും വരല്ലേ. ഇതിപ്പോൾ തീരാറായി കേട്ടോ. ഇനി ഓണത്തിന് വാങ്ങിക്കണം. ഇത് ഇതിൻ്റെ കോഡ് കണ്ടോ? കോഡ് കാണുന്നുണ്ടോ? കോഡൊന്നും അറിയത്തില്ല. അവരിങ്ങനെ ടെസ്റ്റ് ചെയ്യാൻ തരും. അപ്പോൾ എനിക്ക് ഏകദേശം ഒരു ഇതൊക്കെ കിട്ടും. അപ്പം ഞാനങ്ങോട്ട് ഇത് തന്നെ ഇതിട്.
പണ്ട് ബ്രാൻഡൊന്നും അല്ല ഇടായിരുന്നു. പണ്ട് നമുക്ക് 50 രൂപയ്ക്ക് 25 രൂപയ്ക്ക് കിട്ടത്തില്ല, അതാ തേച്ചിരുന്നത്. പിന്നെ ഇച്ചിരി ബുദ്ധിയും ബോധമൊക്കെ വന്നപ്പോഴാണ് ഈ സാധനമൊക്കെ മേടിച്ച് തേക്കേണ്ടതെന്ന് മനസ്സിലായത്. ഈ സാധനം ഇടാൻ കുറേ പേര് തന്നെ കളിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ കളിയാക്കിയവരൊക്കെ മൊത്തം ഇടുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ ഈ സാധനത്തോണ്ട് ഇട്ടാലും കൈ വെച്ചിടുന്നതിൻ്റെ ഒരു സുഖം ഉണ്ടല്ലോ. പല്ലിനകത്തൊക്കെ എന്തോ എന്നുണ്ട്. ഫോണിന് വലിയ ക്ലാരിറ്റി ഒന്നും ഇല്ല കേട്ടോ, അതുകൊണ്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല. അമ്മണി എന്നാ ഇനി ആ ഹിമാലയയുടെ കൺമഷിയും കൂടി എടുത്തു കഴിഞ്ഞാൽ ഞാൻ എന്തുവാണ് എൻ്റെ മുഖത്ത് പുട്ടിയിടുന്നതെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി എടുക്ക് പെട്ടെന്നാണ്. ഇത് കണ്ടോ, കൊള്ളാവോ? സെക്കൻഡ് സ്റ്റഡ് കൊള്ളാവോ? പല്ലിനകത്ത് എന്തോ ഇരിക്കുന്നു. ഇത് ഹിമാലയയുടെ കാജലാണ്, 50 രൂപയുള്ളൂ. ഞാൻ ക്യാമറയെ നോക്കിയിട്ടാണ് പറയേണ്ടത്. ഞാൻ ഇത്ര നേരം ക്യാമറയെ നോക്കിയിട്ടല്ല പറഞ്ഞത്. നമ്മളിങ്ങനെ കാണുമല്ലോ സ്ക്രീനിനകത്ത്, അതിനകത്ത് നോക്കിയിട്ട് ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത്, അതിൻ്റെ പോരായ്മകളെല്ലാം ഉണ്ടാവും. പിന്നെ ഒന്നുമില്ല, മുടി കെട്ടത്തില്ല, മുടി അന്നൊന്നും കെട്ടത്തില്ല. നമ്മൾ കുളിച്ച് വന്നാലും ഞാൻ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെയാണ് ഞാൻ ഓഫീസിലേക്കും പോകുമ്പോൾ ഇങ്ങനെ തന്നെയാണ്. അവിടെ ഉള്ളവർ പറയും മുടി എന്താ കെട്ടി വയ്ക്കാത്തതെന്ന് ചോദിക്കും. ഇങ്ങനെ ഇട്ട് സിന്ദൂരം തൊട്ടുണ്ട് ഇങ്ങനെ പൊട്ട് വയ്ക്കും. പൊട്ടെടുത്തുണ്ടോ, മറന്നുപോയി പൊട്ട് പണ്ട് 10 രൂപയുടെയൊക്കെ അതാണ്ട് ഐലൈനറായല്ലോ. 10 രൂപയുടെയൊക്കെ കല്ലിൻ്റെ പൊട്ടാണ് തൊട്ടത്. ഇപ്പം മുഖമൊക്കെ വലുതായില്ലേ, അന്നൊന്നും അത്രയൊന്നും മുഖത്തിന് ഇത്രയും ഇതൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇപ്പം ഇങ്ങനത്തെ പൊട്ടാണ് തൊടുന്നത്. ഈ പൊട്ട് ഇപ്പം ഇങ്ങനെ ഇരിക്കും, പക്ഷെ നല്ല രസമാണ് കേട്ടോ കാണാൻ. ഈ ലൈറ്റിൻ്റെ ഇതിനകത്ത് കാണാൻ പറ്റത്തില്ല നിങ്ങൾക്ക്. ഇതൊക്കെ 15 രൂപയുടെ പൊട്ടൊക്കെയാണ് കേട്ടോ. ഇത്രയേ ഉള്ളൂ. പിന്നെ സിന്ദൂരം ഇടും. പിന്നെ കുറച്ചും കൂടി വല്ലയിടത്തും പോകുമ്പോൾ ഒന്നും കൂടി ഈ ഒരു ലെയറിലിട്ട ഫെയർ ലവ്ലി ഒരു 2 ലെയറിലും കൂടി ഇടും. അപ്പോൾ മുഖത്തിരിച്ചിട്ട് പിന്നെ ഈ കടുത്ത ലിപ്സ്റ്റിക് ഇടുമ്പോൾ ഇച്ചിരി കൂടി പുട്ടിയിട്ട കണക്കൊക്കെ തോന്നും. ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ. ഇത്രയാണ് എൻ്റെ ഒരുക്കം. അപ്പോൾ ബായ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ സബ് അടിക്കുക. ഒരു ഇങ്ങനെ 200 സബ്സ്ക്രൈബേഴ്സായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ 200 201 ആകുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ സത്യം പറഞ്ഞാൽ. എല്ലാവരും പറയും വീഡിയോ ഇടുന്ന പൈസ എടുത്ത് നമുക്ക് ഓരോരുത്തരും നമ്മളറിഞ്ഞ് നമ്മൾ ഇച്ചിരി ഫേമസ് ഒക്കെ ആകുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. ഞാനൊരു വീഡിയോയുടെ താഴെ ഞങ്ങളൊരു കമൻറ്റ് ചെയ്തായിരുന്നു, എങ്ങനെ ചേച്ചി യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ഒരുത്തൻ എൻ്റെ അടുത്ത് പറഞ്ഞു കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ കുറേ നമ്മളിടുന്ന കമൻറ്റ് നമുക്ക് അറിയത്തില്ല എങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞു. അപ്പോൾ അന്ന് തൊട്ടൊരു ഇത് തുടങ്ങിയതാണ്. നമുക്ക് ആദ്യം ഞാൻ കുട്ടികളുടെ വീഡിയോ ഇട്ട് തുടങ്ങി. എനിക്ക് പിന്നെ അത് കഴിഞ്ഞ് പിന്നെ വീട്ടിലോരോ കാര്യങ്ങൾ, പിന്നെ എനിക്ക് അറിയത്തില്ല എങ്ങനെയാണ് ചെയ്യേണ്ടതൊക്കെ. പിന്നെ ഓരോരുത്തരുടെ വീഡിയോ കണ്ട് അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഒരു 200 സബ്സ്ക്രൈബേഴ്സ് മോളുടെ സ്കൂളിൽ നിന്നും അങ്ങനെയൊക്കെ ആയിട്ട് ഇതായതാണ്. പിന്നെ ഒരുപാട് പേര് ചിലരൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നു, നമ്മളെ കമൻറ്റ് വായിച്ചിട്ടൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത്രയേ ഉള്ളൂ. അപ്പോൾ ബൈ.